ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നാളെ നമ്മുടെ കുടുംബത്തിൻ്റെ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ കൂട്ടി തന്നെ ആനിമാമ എത്തിച്ചേർന്നിരിക്കുകയാണ്. അച്ചാറും ഇഞ്ചിപ്പുളിയും മറ്റു കാര്യങ്ങളെല്ലാം തയ്യാറാക്കാനായിട്ട്. പിന്നെ ബാക്കി നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം പല പല വഴിയിൽ മലക്കറി വാങ്ങാനും മറ്റു കാര്യങ്ങളും അങ്ങനെ പൂവ് മേടിക്കാൻ അങ്ങനെ ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഭയങ്കരമായ ഒരു എന്താ പറയുക സന്തോഷമുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും എല്ലാം തുടങ്ങിയതിന് ശേഷം ഒരു കുടുംബം ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടി ആ ഒരു പഴയ കാലം ശരിക്കും നിങ്ങൾക്കെല്ലാം കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്ന കാര്യം. പണ്ടൊക്കെ ആയിരുന്നു നമ്മളൊരു കല്യാണം വന്നാലും എന്തെങ്കിലുമൊക്കെ വന്നാൽ എല്ലാവരും കൂടെ ഒത്തുകൂടുകയും ആ ഒരുമിച്ചുള്ള ആ ഒരു ഇതൊക്കെ എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് കാണാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം കാറ്ററിംഗ് സർവീസ് ആണല്ലോ മൊത്തം. അപ്പം ഞങ്ങൾ ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പോവാണ് ഈ ഓണം കേട്ടോ. നിങ്ങളും ഞങ്ങളുടെ കൂടെ കാണണം. ഓക്കെ. ഇതിപ്പോ എന്തോ അവിയലാ സ്മിതേ? അവിയലിനുള്ള കാര്യങ്ങൾ ചേട്ടോട്ട് ഞാറ് സാമ്പാർ പിന്നെ കൊച്ചുള്ളി എല്ലാം കടുവറക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. പിന്നെ സവാള. ജിമോളെ സെക്രട്ടറി എന്തെങ്കിലും പറയും. ഈ പറയുന്നതൊക്കെ നാളെ രാവിലെ എണ്ണിച്ചിട്ട് അത്തപ്പൊടിയിലാണോ അവസ്ഥ? അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ മോനായി, ഋതുക്കുട്ടൻ, ലീബ, അന്നമോള് ഇവരെല്ലാം കൂടെ നിന്ന് നാളത്തേക്കുള്ള രാവിലെ അത്തത്തിനുള്ള സംവിധാനങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഒരു പൂവെല്ലാം പറിച്ച് ഒരു സെക്ഷനാക്കി തിരിക്കൊണ്ടിരിക്കുക. ഓ അയ്യോ, ഇങ്ങോട്ട് ചേട്ടൻ എന്തുവാ? ഓക്കെ, നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയല്ല ഇവിടെ അകത്തിരിക്കുമല്ലോ. നമുക്ക് അതുകൂടെ നോക്കാം കേട്ടോ. എല്ലാ പൂവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. നാളെ രാവിലത്തേക്കുള്ള ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ രാജേഷണ്ണൻ നമ്മുടെ അത്തത്തിന് വേണ്ടിയുള്ള കള ഒരുക്കുകയാണ്. രാജേഷണ്ണ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫാമിലി ഫോറവർ വ്ളോഗ്സ്. അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ ഓണം സെലിബ്രേഷൻ ആണ് ഇന്ന്. അപ്പം ഞങ്ങൾ രാവിലെ അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വന്നില്ല, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു, ഓരോരുത്തരായിട്ട് വന്നിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളുള്ളവർ കുറച്ച് പേര് ചേർന്നിട്ട് ഇപ്പോൾ ഇടാൻ പോവുകയാണ്. എല്ലാവരും വന്ന് ജോയിൻ ചെയ്തോളാം എന്നാണ് പറഞ്ഞത്.
അപ്പോൾ നമ്മൾ അത്തത്തിന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, ഇനി ബാക്കിയും കൂടെ ചെയ്യണം. അപ്പം എല്ലാവർക്കും, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, ഇത് കാണുന്നവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഉറങ്ങിയില്ല, നിങ്ങൾ ആളെ ഉറക്കണ്ടേ? അങ്ങനെ അങ്ങനെ വെച്ചേക്ക്. മതിയാ? എത്ര പേര് മതിയാ? മതിയാ? മിക്കവാറും റോജ കൈ അതിനകത്ത് കുത്തുന്നു. നോക്കിക്കോ. ഇങ്ങോട്ട് അത് വിളക്കൊന്ന് കത്തിക്കട്ടെ. ഭയങ്കരമായിട്ട് മണം, ഭയങ്കര സെറ്റപ്പ് കാണാൻ അല്ല, അത് വേണം, അത് സെറ്റപ്പാണ്. ഇനി ഇത് ഈ കറി ഇതിനകത്ത് പോരെ. അടിപൊളിയാണ് ഗൈസ്. അത് കോമളമായ മുഖത്തിൽ ഇത് ഇഞ്ചിക്കറി, സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് അനിയച്ചിയുടെ. അതാണ് റെസിപ്പിയൊക്കെ ഞങ്ങൾ പുറകെ വരുന്നതാണ്. ഒന്നൊന്നര ഇഞ്ചിക്കറിയാണ്. ഇതിപ്പോ ഞാൻ ഒന്നും പറയുന്നില്ല. സ്വന്തമായിട്ട് ഒന്നുകൂടെ അവരുടെ അഭിപ്രായമൊക്കെ പറയുന്നില്ല.
കണ്ടെയ്നറിനകത്ത് ചേച്ചി കടിക്ക് പൊട്ടിക്കുന്ന വീഡിയോ കിട്ടിയില്ല ചേച്ചി ഒന്നുകൂടെ കടിക്ക് പൊട്ടിയ ചേച്ചി മോളി ഒരെണ്ണം വെയിറ്റിട്ട് നോക്കാം. ഒരെണ്ണം മാത്രം മതി ബാക്കി മാറ്റി വെച്ചിരുന്നാൽ മതി നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് രാവിലെ തൊട്ട് പറയുമായിരുന്നു അപ്പൊ ക്യാമറയിൽ കൊള്ളു. എന്റെ മോള് വന്ന് അല്ല ചേട്ടന്റെ മോള് കണ്ടന്റ് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഓണത്തിന് ഞാൻ പള്ളി കൊണ്ടുവരുമോ ഇത്ര താമസം എത്ര ആളായിട്ട് വന്നിട്ടൂടെ ബിസി ബിസി ഹായ് ഫ്രണ്ട്സ്, അപ്പം ഈ പറയുന്ന ഇന്നത്തെ ഈ ഒരു ഓണത്തിന് നമ്മൾ പ്രത്യേകതയുണ്ട്. കാരണം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കൂടാറുണ്ട്. എന്നാലും ശരി, നമ്മളെ യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രത്യേകമായിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ഇരിക്കാറുണ്ട്. പക്ഷേ ഇത്രയും ഒരു രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഇരിക്കുക ആദ്യമായിട്ടാണ്. അപ്പം നമ്മുടെ ഈ പറയുന്ന നമ്മളെ കാണുന്ന നമ്മുടെ സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി നമ്മുടെ ഈ ഓണം അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം, എല്ലാവിധ ഓണാശംസകളും നേരുന്നു. നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഇപ്പോൾ ലൈവിലുണ്ട്. ഓക്കെ, അപ്പം തുടങ്ങാം. എല്ലാവരും വളരെ സ്ട്രെയിൻ എടുത്ത് നിൽക്കുവാണ്. അതുകൊണ്ടാണ്. ഓക്കെ, കഴിക്കേ. ഇതേ മുമ്പേ ഇത് പൈസ ഇല്ല, ബാക്കിലത്തെ പൈസ ഉള്ളൂ. അതാണ്. അതരായിട്ട് തിന്നട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു വീഡിയോ ഷൂട്ടൊക്കെ നടക്കുന്നോണ്ടേ നമ്മൾ വളരെ സ്ട്രെയിൻ എടുത്താ കഴിക്കുന്നത്. ആരുടെയൊക്കെ നല്ല വലിച്ചുവാരി എന്തെങ്കിലും തിന്നണമെന്നുള്ള എല്ലാരും നോക്കിക്കണ്ടാ തിന്നോണ്ടിരിക്കുന്നത്. അത്രയും വലിയ സ്റ്റെപ്പ് വേണ്ട അതിനകത്തെ. വെള്ളം തന്നെ വെള്ളം കൊടു. കാര്യം അവന്റെ ഇതിനകത്ത് മിഴുകു സ്വഭാവ. കാര്യം അവൻ നേന്ത്രിച്ച് നിൽക്കുക. വെള്ളം കൊടു. പരിപ്പം നല്ല, ഞാൻ ഓരോന്നും ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. പച്ചടി, ഇഞ്ചിപ്പുളി സൂപ്പറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം സൂപ്പറായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം തെറ്റിദ്ധരിക്കും. പക്ഷേ സൂപ്പറാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ളത് ഐറ്റം. അവിയൽ സൂപ്പർ. ഇത് കൂട്ടാണ്. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുന്ന കാര്യം. സൂപ്പർ അല്ല, കറിയല്ല ഇതുവരെ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി കിച്ചടി ഒന്ന് നോക്കിക്കോട്ടെ.
എല്ലാം സൂപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടാ. സൂപ്പർ ആയിട്ടാ സൂപ്പർ എന്ന് പറഞ്ഞു കേട്ടാ. ആര് വെച്ചാലും ശരി സൂപ്പർ. എന്തായാലും പറയാൻ പറ്റാത്ത കാര്യം ഫുഡ് അമിതമായപ്പോൾ തോന്നുന്നു. കാര്യം ഇല്ല ഒരുപാട് ഓഫറായിപ്പോയി. കറികളെല്ലാം ഏറ്റവും സൂപ്പറായിട്ട് നമ്മുടെ ഫാമിലി ആരൊക്കെ വെച്ചെന്ന് ആരൊക്കെ ക്രെഡിറ്റ് എന്ന് അറിയത്തില്ല, എല്ലാവരോടും ചേർന്നായതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും സമർപ്പിക്കുക. സൂപ്പർ ആയിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ പായസം ഞാൻ കുടിച്ചില്ല. നിങ്ങൾ പൈസ കുടിച്ചാ ഇനി എന്താ? അത് ശരി. ബോളിയും ബഹുമതല്ലേ അവസാന ഘട്ടത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഫുഡെല്ലാം പറയാൻ പറ്റത്തില്ല. സൂപ്പറായിരുന്നു. അത് ആരൊക്കെ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഓൾ ഫാമിലിക്കുള്ള ക്രെഡിറ്റ് ആണ്. സൂപ്പറായിട്ടുണ്ട് ഫുഡെല്ലാം. എന്ന് പറഞ്ഞാൽ പായസം ഇവർ പായസം കഴിച്ചു തുടങ്ങി. ഞാൻ ഇതുവരെ പായസം കഴിച്ചില്ല. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? പിന്നെ അടപ്രഥമ എടുക്ക്. നീ കറക്റ്റായിട്ട് പറ. ഇവരെല്ലാം ചവിട്ടുമെന്ന് വിചാരിച്ചിട്ടാന്നാ? പ്രഥമ മാത്രമേ ബാക്കിയുള്ള തോടുകറികളൊക്കെയാ? ആ അങ്ങനെ ഓക്കെ. കറികളും എല്ലാം നന്നായിട്ടുണ്ട്. റോഹിത് ചോറ് വെച്ചേക്കുന്ന പുളിശ്ശേരി ചേർന്നില്ല ലാസ്റ്റ് ഫൈനലി. എന്തുവായാലും ഇവന്റെ ഒരു ഇത് പറഞ്ഞ പായസം എന്ന് പറഞ്ഞാലേ ലിമിറ്റ് വാങ്ങരുത്. വേറെ പരിപാടി ഉണ്ട്. ഇത് കഴിഞ്ഞാൽ 2 ട്രിപ്പ് 3 ട്രിപ്പ് ചോറും പായസം. ആന്നാ അടിപൊളി പായസം മനസ്സിലായി. ഞാൻ ഇതുവരെ പായസം ഒഴിച്ചില്ല. നിനക്ക് പറ്റുള്ളൂ തിന്നാനായിട്ട് അത്രയും. അവൻ ആവശ്യം നീ ഒട്ടും കഴിച്ചില്ലല്ലോ. എവിടെ കഴിച്ചു? നമ്മളെല്ലാരും ഫുഡ് കഴിച്ചു. അതാ നമ്മുടെ 2 പേര് നമ്മുടെ ഫാമിലി. ഒന്ന് ഒരാള് നോട്ട്സാപ്പ ബോംബെന്ന്, അടുത്ത ഗോവയിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന സമയം 3:45 കഴിഞ്ഞു. ഓക്കെ ഉണ്ടോടാ ഞങ്ങക്ക്? ബാഗ് മൊത്തം വലിയ പൊടിയാണ് ഇത്. ജോർജാളിയോ വല്ല ഉണ്ടാ പെട്ടിയില്? പെട്ടിയൊക്കെ വലിയ കാര്യമായിട്ടിരിക്കും. വല്ല ഉണ്ടോന്ന് അറിയാൻ വയ്യ. അന്ന പാടേനെ താണ്ട വിചാരിച്ചൻ കഴിക്കാനായി അത് തന്നെ സൈലന്റ്. അഭിരാമി ചേച്ചി ഭയങ്കര സൈലന്റ്. സത്യമായിട്ട് കുറച്ച് നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഭയങ്കര സൈലന്റ്. ആ നിന്ന് പോയാ കുറച്ച് നേരം കൊണ്ട്. അങ്ങനെ പറ്റത്തില്ല. നമ്മള് അടിച്ച് പൊളിക്കാനായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പായസം എല്ലാം കുടിച്ച് ഈ പറയുന്ന മത്തനാവുന്നതെന്ന് പറഞ്ഞാൽ ആ രീതിയിലായി. ഇപ്പം എന്താണ്ട് നമ്മുടെ 2 ഗസ്റ്റുകൾ കുടുംബത്തിനകത്ത് അളിയൻ വന്ന് നമ്മുടെ കുടുംബാംഗം വിജോയും എത്തി. 2 പേരും, ഒരാൾ ബോംബെയിൽ നിന്ന് എത്തി, ഒരാൾ ഗോവയിൽ നിന്ന് എത്തി. വന്നത് 2 പേരും ഒരു ട്രെയിനിലാണ്. പക്ഷെ 2 പേരും കൊല്ലത്തെത്തുന്നവരെ പരസ്പരം അറിഞ്ഞില്ല ഒരു ട്രെയിൻ ഉണ്ടെന്നുള്ളത് അല്ലേ? അവന് വിജോയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് അവൻ ലോക്കൽ ടിക്കറ്റ് എടുത്ത് വെച്ച് ഇന്നത്തെ ദിവസം തന്നെ എത്താൻ വേണ്ടി ശ്രമിച്ചു വന്നതല്ലേ. ഒരാൾ 3 ടയറിനകത്തും ഉണ്ടായിരുന്നു. പക്ഷേ 2 പേർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. ഓക്കെ, പട്ടിണി കിടന്നാ വന്നത്. കഴിക്കണം ഫുഡ് കഴിക്കും. കൂട്ടുകറിയായിട്ട് കഴിക്കും. സൂപ്പറാണ്. കഴിക്കും അളിയോ, കഴിക്കും. സൂപ്പറാ. ഒരു അളിയൻ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഓണത്തിനുണ്ടായിരുന്നു തോന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് ഓണായപ്പോ അളിയനെത്തി.
ദേ കഴിക്കാൻ കൊണ്ട് എന്തോ വേണ്ടേ? ലീപയ്ക്ക് എന്താ പ്രശ്നം? അഭിരാമി എന്താ വേണം? ക്ലബിന്റെ ഓണപരിപാടി ഉണ്ടോന്നാ? എന്നാണ് 30-31 ഇതിനകത്ത് ഈ പറയുന്നത് ഇന്നൂടെ കഴിഞ്ഞാൽ പിന്നെ ക്ലബിന്റെ പുറകിലാണ് നമ്മുടെ മൊത്തം ടീം. ആ 6 ദിവസം എന്തായാലും ഉണ്ട്. 3 തീയതി വയ്ക്കോ, നീ കുഴപ്പമില്ല. അപ്പൊ ഇന്നിപ്പോ ഇവരുടെ ആഹാരം കഴിച്ചു. ഇനിയിപ്പോ 3 പേരോടെ കഴിക്കാറുണ്ട്. കാര്യം അവർക്ക് ഈ പറയുന്ന എല്ലാം ഞങ്ങൾ തറയിരുന്ന്, പക്ഷെ ഞങ്ങളാണെങ്കിൽ ഇരിക്കാനുള്ള ആ ഒരു ഇതില്ല. ചെറുപ്പക്കാരല്ലോ, ഓരോ കിളവികളായിപ്പോയി. 3 പേര് കിളവികളായിപ്പോയി. അതുകൊണ്ട് ഇരിക്കാൻ സൗകര്യം കിട്ടിയില്ല. തറയിരിക്കാൻ തറയിരിക്കുവോ? ഞങ്ങൾ തറയിലൊക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചതാ. പിന്നെ ബാക്കി 6 പേരെ സീറ്റിനകത്ത് ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് അവരിരുന്നില്ല. ശരി, ഇനിയിപ്പോൾ കഴിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 3 പേരൂടെ കഴിക്കാനുണ്ടല്ലേ? നിങ്ങൾ 3 പേരല്ലേ? അപ്പം ഇതിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുക. ഒരു 15 മിനിറ്റ് നമുക്ക് എല്ലാവരും 15 അല്ല, മാക്സിമം ഒരു 20 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. പിന്നെ എല്ലാവരും ഇല്ല. ഓക്കെ. പിന്നെ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ഓണത്തിൻ്റെ ഓണക്കളികൾ പഴയകാല ഓർമ്മ വെക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ. നിങ്ങളാരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ പറയുന്നവല്ലോ? ഈ കഴിച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റ് റെസ്റ്റ് ഉള്ളു. അതിന്റെ ആവശ്യത്തിന് കഴിച്ചാൽ മതി എന്നാ ഞാൻ പറഞ്ഞത്. ശരി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് പഴയകാല ഓണക്കളികളിലോട്ട് പോകുന്നു. അവരെല്ലാം വിശ്രമിച്ചിരിക്കുക, ബാക്കിയുള്ളവർ കഴിച്ചതെല്ലാം മയക്കമായി.